ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എന്നത്തെയും പോലെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ്. ചെറിയ ടിപ്സൊന്നുമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ചെറിയ ടിപ്സൊന്നുമല്ല. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മനസ്സിലാണെങ്കിലും നിങ്ങൾ വിചാരിക്കും ഇതൊരു ഉപകാരമുള്ള വീഡിയോ ആണെന്ന്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ വള്ളി, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ, അതല്ലെങ്കിൽ പിള്ളേർ ചെറുതാകുമ്പോൾ അവർ പുറത്ത് പോയാൽ അവരുടെ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ അതൊന്ന് തിരിച്ചെടുക്കാൻ പ്രയാസമാവും. പിന്നെ ഒരാളെ സഹായം വേണം, ഒരു മുട്ട് സൂചിയുടെ സഹായം വേണം. അപ്പോൾ അതില്ലാതെ നമുക്കിതൊന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഹോളിൻ്റെ അത്ര വലിപ്പത്തിലുള്ളൊരു കെട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക. ഇതാ, അപ്പോൾ ഈ ഒരു കെട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുത്താൽ ആ ഹോളിൻ്റെ ചെറിയ അത്ര ആവും. അപ്പോൾ അതുകൊണ്ട് ടൈറ്റാക്കി കൊടുക്കാതെ ഈ ഹോളിൻ്റെ വലിപ്പത്തിൽ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കെട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചോടക്കൂടെ വീണ്ടും നമുക്ക് ഈ ഒരു ചരട് ഉള്ളിലോട്ട് ഇട്ട് ഒന്നും കൂടെ വലിക്കാം. അപ്പോൾ രണ്ട് കെട്ടും ഇട്ട് കൊടുത്തു. അപ്പോൾ അതാ ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം കുട്ടി കിടന്ന് ഉറങ്ങണ നേരത്തെ അവനക്ക് പാൻറ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ രണ്ട് കെട്ടിട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ ചോടക്കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഈ ഒരു വള്ളി അത്യാവശ്യം ഒന്ന് ടൈറ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു കെട്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ വള്ളിയുടെ ഈ സൈഡിലോട്ട് നമുക്ക് വീണ്ടും ഈ വള്ളി ഇട്ടുകൊടുക്കുക. എന്നിട്ട് അത് പുറത്തേക്ക് വലിക്കുക. രണ്ടാമത്തെ കെട്ടിൻ്റെ ഉള്ളിലോട്ടും കൂടെ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ടൈറ്റാക്കിയാൽ ഈ ഹോളിൽ കൂടെ പിന്നത് ഉള്ളിലോട്ട് പോയില്ല. അപ്പോൾ ഒരു വശം ഇതുപോലെ ആക്കിയെടുത്ത്. ഇനി ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളെ മറ്റേ ഹോളിൻ്റെ ഉള്ളിലേക്കൂടെ ഉള്ള കെട്ടും കൂടെ കാണിച്ചു തരാം. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യുക. എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല, ഇത് മറ്റുള്ളവർക്കും കൂടിയിട്ട് ഉപകാരപ്പെടും എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും അവരൊക്കെ ഒരു ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടുക. അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മുടെയും കൂടെ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കാം. അപ്പോൾ എന്തായാലും ഇത് കുട്ടികളെ ആലോചിച്ചിട്ട്, കാരണം അവർ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് അതല്ലെങ്കിൽ പുറത്ത് നമ്മൾ രക്ഷിതാക്കളില്ലാതെ പുറത്ത് പോകുമ്പോൾ അവർ സഹായം ഒറ്റയ്ക്ക് അവർ പാൻറ്റ് ഊരി, ചുരുക്കി പറഞ്ഞാൽ അവർക്കൊരു ബാത്റൂമിൽ പോവുക, അതല്ലെങ്കിൽ പാൻറ്റിൻ്റെ കെട്ടൊന്ന് ലൂസാക്കുക വേണമെങ്കിൽ ഈ ഒരു വള്ളി ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ ഈ കെട്ടൊന്ന് കെട്ടി അതിന് മുറുക്കി കൊടുത്തിട്ട് വരാം. ഇതെൻ്റെ വീഡിയോക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇത് നമുക്ക് പിള്ളേരെ ആലോചിച്ചിട്ട്, വലിയവരാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കുറച്ച് മെനക്കെട്ടാലും ചെയ്തെടുക്കാം. അവർക്കാവുമ്പോൾ ഇത് പിന്നെ ഈ ഒരു വള്ളി ഉള്ളിലോട്ട് പോകില്ലല്ലോ, അതുകൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ കെട്ടൊക്കെ ഒന്ന് ഇട്ട് ശരിയായിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിനൊന്ന് മുറുക്കി കൊടുക്കുക. അതിന് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ഈ രണ്ട് ഹോളിലൂടെ ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്. കാരണം അപ്പോൾ ഇത് ഈ കെട്ട് ശരിയാവില്ല. ഓരോ കെട്ടിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ആദ്യം ഒന്ന് വലിച്ചു മുറുക്കണം. എന്നിട്ട് വേണം രണ്ടാമത്തെ കെട്ടിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് വലിച്ചു മുറുക്കി കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലെ പാൻറ്റിൻ്റെ വള്ളിയും മുറുക്കി കെട്ടിട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ കെട്ടിന് ഒരിക്കലും ഉള്ളിലൂടെ കടന്നു പോയില്ല. ഇനിയൊന്ന് നമുക്ക് വലിച്ച് നോക്കാം. അപ്പോൾ പാൻറ്റിൻ്റെ ടൈറ്റാക്കാതെ പാൻറ്റിൻ്റെ സാധാരണ ആ ലൂസിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാൻ. അത് എന്നിട്ട് വേണം ശേഷം വേണം നമുക്കിതുപോലെ വലിച്ചു കൊടുക്കാൻ. ഇനി ഇതാ നമുക്ക് നമ്മുടെ അരവണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മോന് ഉറങ്ങി കിടക്കണേ. അവനക്ക് പാൻറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ വള്ളി ഒന്ന് ഉള്ളിലോട്ട് പോവാതെ എങ്ങനെ മറ്റുള്ളവർക്കും കൂടിയിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന് ഉള്ളൊരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.